നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തെളിവിനായി തേരോട്ടം. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തെളിവെടുപ്പിന് തുടർച്ച. പുലർച്ചെ 3:30 ആലുവയിൽ നിന്ന് പുറപ്പെട്ട സംഘം കാഞ്ചീപുരത്ത്. പ്രതി ഒരാഴ്ച ജോലി ചെയ്തിരുന്ന കാഞ്ചീപുരത്തെ കൊറിയൻ കമ്പനിയിലെത്തിച്ച് തെളിവെടുക്കും. അതേസമയം ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് തിരിച്ചറിഞ്ഞു. സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്ത കറിക്കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഫോറൻസിക് പരിശോധനയിൽ. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് അവസാനിക്കാനിരിക്കെയാണ് കാഞ്ചീപുരത്തെ തെളിവെടുപ്പ്. കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ പോലീസ് അപേക്ഷ നൽകുമെന്നും സൂചന. കേന്ദ്രമധുരം 3 ഇരട്ടി. കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളത്തിൽ 3 ഇരട്ടി വർധന. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം. ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലുണ്ടാകുന്നത് 23.55% വർധനവ്. അടിസ്ഥാന ശമ്പളം 23,000 രൂപ. ശമ്പള വർധനവിന് 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം. പരിഷ്കരണം അനുസരിച്ച് പെൻഷൻ നിരക്കിൽ 24% വർധന. പ്രയോജനം 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 58 ലക്ഷം പെൻഷൻകാർക്കും. ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി വരുന്നത് 1.02 ലക്ഷം കോടി. സ്ഥലം മാറ്റത്തിലെ ശരിക്കേട്. LDF സർക്കാരിന്റെ കൂട്ടസ്ഥലം മാറ്റ ഉത്തരവിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. നിബന്ധനകൾ പാലിക്കാതെയുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് നിയമസഭയിൽ PT തോമസിന്റെ അടിയന്തര പ്രമേയം. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം സ്വാഭാവിക നടപടി മാത്രമെന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ സർക്കാരിന് പ്രതികാര മനോഭാവമില്ല. PT തോമസിന് സ്ഥലജല വിഭ്രാന്തിയെന്നും പിണറായിയുടെ പരിഹാസം. വി ശശി ഡെപ്യൂട്ടി. സഭയ്ക്ക് ഉപനാഥനായി വി ശശി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി വി ശശിക്ക് ജയം. LDFന് 90 വോട്ടും UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണന് 45 വോട്ടും. സ്വതന്ത്രൻ PC ജോർജിന്റെ വോട്ട് അസാധു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത BJP MLA O രാജഗോപാൽ ഡെപ്യൂട്ടി വോട്ടെടുപ്പിന് എത്തിയില്ല. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താതിരുന്ന സഭയിൽ ഹാജരാകാതിരുന്നത് അനൂപ് ജേക്കബ്, C മമ്മൂട്ടി, K കൃഷ്ണൻകുട്ടി എന്നിവരും. ഒഴുകിത്തീരാത്ത ചോരപ്പുഴ. ഭീകരതയുടെ നടുക്കത്തിൽ തുർക്കി. തലസ്ഥാനമായ ഇസ്താംബുളിൽ വിമാനത്താവളത്തിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 36 മരണം, 147 പേർക്ക് പരിക്ക്. തോക്കുധാരികളായ 3 പേർ വിമാനത്താവളത്തിലേക്ക് കടന്നു കയറി വെടിയുതിർത്ത ശേഷം ചാവേറുകളായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. തുർക്കിയെ നടുക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ IS സാന്നിധ്യം സംശയിക്കുന്നതായി പ്രധാനമന്ത്രി ബിനാലി യിൽദിരും. ചാവേർ സ്ഫോടനത്തെ തുടർന്ന് തുർക്കിയിൽ കനത്ത ജാഗ്രത. പ്രമുഖ വിദേശ വിമാന കമ്പനികൾ ഇസ്താംബുളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. ചാവേർ ആക്രമണം നടന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖിലാഫത്ത് പ്രഖ്യാപിച്ചതിന്റെ 2ാം വാർഷികത്തിൽ. കൊല്ലപ്പെട്ടവരിലധികവും തുർക്കി പൗരന്മാരെന്ന് റിപ്പോർട്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ. പവൻ 22,080 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസിന് വൈകിട്ട് 5:30. നമസ്കാരം.